ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളൻ്റെ ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്തൊക്കെയാണ് പൊതുവായിട്ട്. ഇപ്പം നിങ്ങളെക്കുറിച്ച് മാത്രമല്ല, ഒരു ഓവറോൾ അവരുടെ ചിന്തകൾ എന്താണ് ഈ ഒരു സമയം നമുക്ക് നോക്കാം. അപ്പോൾ ഈ സമയം അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്തൊക്കെയാണ് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളിത് വരുത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. നോക്കാം എന്ത് തരം ചിന്തകളാണ് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. 10 ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. അവർ താങ്ങാൻ പറ്റാത്ത ഭാരം ചുമക്കുന്നു എന്നുള്ളതാണ്. ഇനി കുറേ മടുപ്പ് തോന്നിക്കഴിഞ്ഞു ജീവിതത്തിൽ. ഇപ്പോൾ ഈ ഒരു സമയം അവർക്ക് ഒന്നുമില്ല എന്നുള്ളതാണ്. പോസിറ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നും തന്നെ ഇല്ല. ഇപ്പം കുറേ ഫ്രസ്ട്രേഷനാണ് ഉള്ളത്. പിന്നെ ഇവർക്ക് പറ്റാത്ത കുറേ കാര്യങ്ങൾ അവരെടുത്ത് വെച്ചിട്ടുണ്ട്. അവരുടെ കാര്യമുണ്ട്, പിന്നെ അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്തതിൻ്റെ കർമ്മയൊക്കെ ഉണ്ട്. കാരണം ഇതിനകത്ത് മറ്റുള്ള ആൾക്കാരുടെ കർമ്മയും കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവരിഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുടെ കർമ്മയും കൂടെ അവരെടുത്ത് വെച്ചിട്ടുണ്ട്. മാത്രമല്ല കുറേ കർമ്മ ഉണ്ടെന്ന് അവരിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. ഒരു മടുപ്പാണ്, എല്ലാത്തിനും ഒരു മടുപ്പ് തോന്നുന്നു എന്നുള്ളതാണ്. മുന്നോട്ട് പോകാൻ പറ്റാത്ത വണ്ണം ടയേർഡായ പോലത്തെ ഒരു എനർജിയാണ് ഇപ്പോൾ അവർക്കുള്ളത്. അപ്പോൾ അവർക്കത് മനസ്സിലാകുന്നുണ്ട്. ഹാങ്ഡ് മാനാണ്, സ്റ്റക്കായിരിക്കുന്നു എന്നാണ് കാണുന്നത്. അവർക്ക് ഒരിടത്തുനിന്ന് മൂവ് ചെയ്യാൻ പറ്റാത്ത വണ്ണം ചിലപ്പോൾ ശരീരത്തിന് ക്ഷീണം ഉണ്ടായിരിക്കും, ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും, ഉറക്കമില്ലായ്മ ഉണ്ടായിരിക്കും, ക്ഷീണം, തളർച്ച, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സമയം അവർ ജീവിതത്തെ ഒന്നുകൂടി കാണുന്നു. ഈ ഒരു സമയം അവർ പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചത്, അതിൽ തെറ്റെന്തായിരുന്നു, ശരിയെന്തായിരുന്നു, ആരൊക്കെയാണ് നല്ലത്, ആരൊക്കെയാണ് മോശം, ആരൊക്കെയാണ് ചതിച്ചത്, ഇതൊക്കെ അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അവർ അത് ആലോചിക്കുന്നുണ്ട്. ഇപ്പം കാരണം ഈ പാസ്റ്റിലെ കുറേ കാര്യങ്ങൾ ഇവരുടെ മനസ്സിലിപ്പം വരുന്നുണ്ട്. അപ്പം ഈ ഒരു സമയമാണ് അവർക്ക് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ, നടന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയത് എന്നുള്ളതാണ്. അവർ തിരിച്ചറിയുന്നുണ്ട് കുറേ കാര്യങ്ങൾ. കിങ് ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ ഇവരുടെ ഇപ്പം പാസ്റ്റിൽ ഇവരെ കുറേ സപ്പോർട്ട് ചെയ്തിരുന്ന, ഇവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കേട്ടുകൊണ്ടിരുന്ന കുറേ ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. ഈ ആൾക്കാർ ഇവരെ സപ്പോർട്ട് ചെയ്തിരുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അവർക്ക് അവരവരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്ത എല്ലാ തെറ്റുകളും അവർ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു കാർഡിൽ നമ്മൾ കണ്ടല്ലോ, ഒരാളുണ്ട്, ഒരു പൂച്ചയുണ്ട്. അപ്പം ഈ പൂച്ച എന്ന് പറയുന്ന ക്യാറ്റ് എന്താണ്, അതിന് വേറെ യജമാനൊന്നുമില്ല, അത് തന്നെയാണ് അതിൻ്റെ യജമാനൻ. പക്ഷേ പൂച്ച ഭയങ്കര ബുദ്ധിയുള്ള മൃഗമാണ്. അത് അറിയാലോ, അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സർവീസ് ഒന്നും ചെയ്തു കൊടുക്കില്ല, നമ്മൾ അവരെ സർവീസ് ചെയ്യണം, അതാണ് അതിൻ്റെ യജമാനൻ. അല്ലാതെ അങ്ങനെയാണ് പൂച്ചയുടെ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പം യഥാർത്ഥത്തിൽ വിചാരിച്ചത് എന്താണ്, പൂച്ച ഭയങ്കര ബുദ്ധിയുള്ള ഒരു മൃഗമാണ്. അപ്പം ഇവർ വിചാരിച്ചത്, പക്ഷെ ഭയങ്കര ക്യൂട്ടാണ്, നമ്മളോട് ഒരുപാട് സ്നേഹമൊക്കെ പ്രകടിപ്പിക്കും, നമ്മൾ വല്ലാതെ ഇഷ്ടപ്പെടും ഈ പൂച്ചകളെ. അതുപോലെ ഈ ആൾക്കാരെ, കൂടെ നിന്ന ആൾക്കാരെ ഇഷ്ടപ്പെട്ടു. ഇവർ പറയുന്നത്, അവരുടെ ഇഷ്ടങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സമ്മതിച്ചു. അതല്ല, ഇവർ പറയുന്ന ഓരോ കാര്യങ്ങളും ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം കൂടെ നിന്ന ആൾക്കാർ. അപ്പോൾ ഈ ഒരു സമയം അവർ അത് മനസ്സിലാക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ സോപ്പിട്ട് കൂടെ നിന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൊടുത്തതെന്നൊക്കെ ഇവരിപ്പം ചിന്തിക്കുന്നുണ്ട്.
ടെൻ ഓഫ് സോഡ്സിൻ്റെ എനർജി ഉണ്ട്. ഇപ്പം ടെൻ ഓഫ് വാൺസും ടെൻ ഓഫ് സോഡ്സും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ഭാരം തന്നെയാണ്. കാരണം കുറേ ഇടത്തുനിന്ന് ഈ ഒരു സമയം അവർക്ക് ചീറ്റിങ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ചിലപ്പം ഇതിൽ ഒരു ടെൻ ഓഫ് സോഡ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് എണീക്കാൻ പറ്റാത്ത വണ്ണം അവർ തളർന്നു പോയ ഒരു അവസ്ഥയാണ്. അവർക്ക് ആരെങ്കിലും ഒരു ഹെൽപ്പ് തരുമോ, ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയെങ്കിലെന്ന് ആലോചിക്കുന്നു ഈ ഒരു സമയം. എന്തെങ്കിലും ഒരു കാര്യം, ഒരു ചെറിയ കച്ചിത്തുരുമ്പെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു എനർജി ഉണ്ട്. കാരണം ഈ സമയത്ത് ഇവരുടെ കൂടെ നിന്ന് ആരും തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇവരെ സഹായിക്കുന്നില്ല, ഒരു മെൻ്റൽ സപ്പോർട്ടും ഇല്ല. അപ്പോൾ ഒറ്റയ്ക്കായിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ ഭാരം മുഴുവൻ, കർമ്മം മുഴുവൻ ഇവർ ഒറ്റയ്ക്ക് എടുക്കേണ്ടി വന്നു. അപ്പോൾ ഈ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യിപ്പിച്ച ആൾക്കാർ അവർ എസ്കേപ്പ് ആവുകയും ചെയ്തു. ഈ അവരുടെ കർമ്മയും കൂടെ അവരുടെ ചുമലിലുണ്ട്. അപ്പം ഇവർക്ക് എണീക്കാൻ പറ്റാത്ത വണ്ണം ഒരു ചെറിയ സഹായം ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ, ചിലപ്പോൾ ഒരു നല്ല വാക്കെങ്കിലും ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ. ഇത് കണ്ടല്ലോ, ഇതിങ്ങനെ ഈ ഒരു കാര്യം ഇങ്ങനെ എത്തിപ്പിടിക്കുന്ന ഒരാളാണ്. അത് എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഒരു കച്ചിത്തുരുമ്പ്, ഒരു രക്ഷ എവിടെന്നെങ്കിലും വന്നെങ്കിൽ എന്ന് വിചാരിക്കുന്നു. കാരണം അതിൻ്റെ ഒരു അർത്ഥം എന്ന് വെച്ചാൽ ഇവർക്കൊരു മെൻ്റൽ സപ്പോർട്ട് ഇപ്പോൾ ആരിൽ നിന്നും ഇല്ല എന്നുള്ളതാണ്. ആരും കൊടുക്കുന്നില്ല. ഇവരൊറ്റയ്ക്കാണ്, ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. ഈ വേദനകളും ഈ പ്രശ്നങ്ങളും ഒക്കെ സ്വയം പേറി എണീക്കാൻ വയ്യാതെ അവരൊറ്റയ്ക്ക് ഇരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ എല്ലാവർക്കും കറക്റ്റ് ആവുമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഇത് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ കുറേയധികം ആൾക്കാരുണ്ടാവും കേട്ടോ. നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ അവർക്ക് രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുണ്ട്. ചിലപ്പോൾ ഈ ഒരു എനർജി മാറും കേട്ടോ. ഇതിൽ ഈ ഒരാൾ ശരിക്കും ഒരു സഹായത്തിന് വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട്. എവിടെന്നെങ്കിലും ഒരു സഹായം വന്ന് രക്ഷപ്പെടാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഉടനെ തന്നെ അവർക്ക് സഹായം എവിടെന്നെങ്കിലും കിട്ടും. എവിടെന്നെങ്കിലും ഒരു സഹായം കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ഈ ഒരു അവസ്ഥയിൽ നിന്ന് അവർ രക്ഷപ്പെടും എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡൊക്കെ മാറ്റിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും രക്ഷ വരുന്നുണ്ട് അവർക്ക്. നോക്കാം. 10 ഓഫ് കപ്സിൻ്റെ എനർജി, 5 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. അപ്പം ഈ ഒരു സമയം അവരുടെ ഏറ്റവും വലിയ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടു പോയത് എന്നുള്ളതാണ്. നഷ്ടത്തിലിരിക്കുന്നു. ഇപ്പം അവർക്ക് പോസിറ്റീവായിട്ട് അല്ല അവരുടെ ചിന്തകൾ. ഇപ്പം ചിലപ്പോൾ ശാരീരിക അസ്വസ്ഥതകൾ എന്തെങ്കിലും ഉണ്ടാവുകയോ മാനസികമായ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ വർക്ക് ലോഡ് ഒരുപാടുണ്ടായിരിക്കാം. പല സ്ഥലത്ത് നിന്നും പല കാര്യങ്ങളും ഇവർക്ക് ഇപ്പോൾ കേൾക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഈ 5 ഓഫ് കപ്പ് എന്ന് പറയുന്നതിൽ ഇവരെന്താണ് നഷ്ടപ്പെടുത്തി കളഞ്ഞത്? ചിലപ്പോൾ സ്വയം അവരെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ഏറ്റവും നല്ല സന്തോഷങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്ന് വിചാരിച്ച് ആ നഷ്ടത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. ചിലപ്പോൾ അത് റിലേഷൻഷിപ്പ് ആകാം, മണിയാകാം. ആ നഷ്ടത്തിലേക്ക് മാത്രമാണ് ഇവരിപ്പം നോക്കുന്നത്. പക്ഷേ ആൾറെഡി അവർക്ക് കിട്ടേണ്ടുന്ന, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നും നോക്കാനോ കാണാനോ ഒന്നും തന്നെ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. നോക്കാം. 7 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഈ ഒരു സമയമാണ് അവർക്ക് മനസ്സിലാകുന്നത് തിരഞ്ഞെടുക്കൽ അതിൽ ശരിക്കും മിസ്റ്റേക്കാണ് അവർക്ക് പറ്റിയതെന്ന്. കുറേ കാര്യങ്ങൾ അവരുടെ മുന്നിലുണ്ടായിരുന്നു, നല്ലതും ചീത്തയായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവരുടെ മുന്നിലുണ്ടായിരുന്നു. പക്ഷെ തിരഞ്ഞെടുത്തത് തെറ്റായി പോയല്ലോ, ഒരു റോങ് ചോയ്സ് ആണല്ലോ ചെയ്തതെന്നൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സമയം. പക്ഷേ ഈ ഒരു സമയം അവരത് ചോയ്സ് റോങ് ആണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പം കാരണം ഇതിൽ അവരെ പ്രലോഭിപ്പിക്കാൻ പല ആൾക്കാരും ഉണ്ട് എന്നുള്ളതാണ്. ഇതാണ് ശരി, ഇങ്ങനെ ചെയ്തോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് കുറേ. അപ്പം ഇവർ വിശ്വസിക്കുന്ന ആൾക്കാർ പറയുമ്പം അവരത് തന്നെ ചെയ്യുന്നു. പക്ഷേ ഇവർ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും മുന്നിലുണ്ടെങ്കിലും അവരിപ്പോഴും ചൂസ് ചെയ്യുന്നത് മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ 7 ഓഫ് കപ്പ് എന്ന് പറയുന്നത് കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത്. അപ്പം നമ്മളെ കൺഫ്യൂഷനാക്കാൻ കുറേ ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സമയവും അവർ കൺഫ്യൂഷനാണ്. പിന്നെ ഇതിനകത്ത് ഇവർ ചിന്തിക്കുന്നത് ആരാണ് ശരി, ആരാണ് തെറ്റ്, ഇപ്പോഴും അവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇപ്പോഴും അവരെ ബുദ്ധി നേരെയല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് നേരെയാക്കാൻ ചിലപ്പോൾ ശ്രമിക്കുന്നുണ്ടായിരിക്കില്ല. അവർ വിചാരിക്കുന്ന കാര്യമാണ് ശരിയെന്ന് ഉറച്ച് വിശ്വസിക്കുന്നുണ്ടായിരിക്കണം. അതുകൊണ്ടാണ്
ഇപ്പോഴും കൺഫ്യൂഷൻ. ഇനി നിങ്ങൾ ശരിയാണോ അതോ തേർഡ് പാർട്ടി ശരിയാണോ, അല്ലെങ്കിൽ അവരുടെ മുന്നിലുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ശരി. ഇവരത് വിശ്വസിക്കാൻ, ഇപ്പം നല്ലതാണെന്ന് മനസ്സിലാക്കിയാൽ അത് വിശ്വസിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. കാരണം അങ്ങനെ വിശ്വസിക്കാൻ ആഗ്രഹിച്ചാൽ അവർക്ക് തന്നെ ഫ്രസ്ട്രേഷൻ തോന്നും. അപ്പോൾ അതുകൊണ്ട് അവർ അത് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു അവസ്ഥയിലാണ് ഇവരിപ്പോൾ എന്നാണ് കാണുന്നത്. ചാരിയട്ടാണ്. പക്ഷേ ഉടനെ തന്നെ അവരുടെ ചിന്തകൾക്കൊരു ക്ലാരിറ്റി വരും എന്നുള്ളതാണ്. എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു വഴി അവർ കണ്ടെത്തും എന്നാണ് കാണുന്നത്. അവർ മനസ്സിലാവും ചെയ്യുന്നത് എന്താണ്, അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വഴി അവർക്ക് ഉടനെ തന്നെ കാണാൻ പറ്റും, അത് തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ് കാണുന്നത്. ഇതിൽ പേജ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. പുതിയൊരു തുടക്കം ഉണ്ടാവും, അവർക്കൊരു മെൻ്റൽ ക്ലാരിറ്റി കിട്ടും. ഇപ്പോൾ എല്ലാ മനുഷ്യർക്കും നല്ലതും ചീത്തയുമായിട്ട് സമയങ്ങളുണ്ട്. അപ്പോൾ മോശം സമയത്ത് കുറേ മോശമായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള കൂട്ടുകെട്ടുണ്ടാവും. നല്ല കാര്യങ്ങളൊന്നും കാണാൻ പറ്റാതെ വരും, നല്ല വ്യക്തികളെ മനസ്സിലാക്കാൻ പറ്റാതെ വരും, നമ്മളെ സ്നേഹിക്കുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളെ ജെന്യുവിനായിട്ട് നമ്മളോട് കൂടെ നിൽക്കുന്ന ആൾക്കാരോട് വെറുപ്പ് മാത്രം തോന്നും. അപ്പോൾ അത് സമയത്തിൻ്റെയും കൂടെ പ്രശ്നമാണ്. പിന്നെ അവർ കുറേ കർമ്മം അനുഭവിക്കാനുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെ തന്നെ തോന്നുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.